ഇന്ന് തന്നെ CPM-ന്റെ LDF-ന്റെ ലിസ്റ്റും കൂടി ഉണ്ടാവുമോ എന്ന് അറിയേണ്ടതുണ്ട്. അതുകൂടി വന്നാൽ ഒരുപക്ഷെ ഈ രണ്ട് പട്ടിക കൂടി വരുമ്പോഴേക്കും നമുക്കൊരു തീരുമാനം അറിയും. മലപ്പുറത്ത് സീറ്റ് വിഭജനം പൂർത്തിയാക്കാൻ UDF യോഗം ഉടൻ ചേരുകയാണ്. അനുമോദ് ചേരുന്നുണ്ട്. അനുമോദ്, അവിടെ സഖ്യധാരണയുടെ കാര്യത്തിലാണ് ഒരു തീരുമാനം വേണ്ടത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ എടുത്ത തീരുമാനം ഗുണം ചെയ്തോ അതോ അത് ദോഷമാണോ ചെയ്തത്? ഈ തരത്തിലുള്ള ആലോചനകളൊക്കെ നടക്കുന്നുണ്ടല്ലോ. അപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിന് കൂടി മുന്നോടിയായിട്ടുള്ള ഒരു തീരുമാനമാകും ഉണ്ടാവുക എന്ന് വേണം പ്രതീക്ഷിക്കാൻ. അങ്ങനെയെങ്കിൽ ഈ വെൽഫെയർ തൃണമൂൽ സഖ്യത്തിന്റെ കാര്യത്തിൽ എന്തൊക്കെ ആലോചനകളാണ് ഇപ്പോൾ നടക്കുന്നത്? ശ്രീജ, മലപ്പുറത്ത് UDF-നെ സംബന്ധിച്ച് വലിയ തോതിൽ തലവേദനകളൊന്നും തന്നെ ഇല്ല താരതമ്യം ചെയ്യുമ്പോഴെന്ന് വേണം പറയാൻ. അവിടെ പ്രധാനമായിട്ടും ചർച്ച ചെയ്യുന്ന ഒന്ന്, ശ്രീജ പറഞ്ഞതുപോലെയുള്ള പുതിയ സഖ്യങ്ങളെക്കുറിച്ചുള്ള സാഹചര്യങ്ങൾ. രണ്ട്, അധികമായിട്ട് ജില്ലാ പഞ്ചായത്തിൽ ഒരു സീറ്റ് കൂടി വന്നിട്ടുണ്ട്. അത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ. നിലവിൽ 32 സീറ്റിൽ 22 മുസ്ലിം ലീഗ്, 10 കോൺഗ്രസ് എന്ന തരത്തിലാണ് സഖ്യധാരണയുള്ളത് ജില്ലാ പഞ്ചായത്തിലേക്ക്. ഇത് 33 ആകുമ്പോൾ എങ്ങനെ എന്നുള്ള കാര്യത്തിൽ ഒരു ധാരണ ഉണ്ടാക്കേണ്ടതുണ്ട്. ഒപ്പം തന്നെ ബ്ലോക്ക് മറ്റ് തലങ്ങളിലും സീറ്റ് ധാരണ അന്തിമമായിട്ട് നിശ്ചയിക്കേണ്ടതുണ്ട്. അതിനപ്പുറം ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് മറ്റൊരു കാര്യമുള്ളത്, തൃണമൂൽ അതേപോലെ വെൽഫെയർ ഇവരുമായുള്ള സഖ്യത്തെക്കുറിച്ച് എന്ത് തീരുമാനം എടുക്കണം എന്നുള്ളതാണ്. നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പരസ്യമായിട്ടൊരു സഖ്യപ്രഖ്യാപനം ഉണ്ടാകില്ല UDF-ന്റെ ഭാഗത്തുനിന്ന് എന്ന് തന്നെയാണ്. മറിച്ച് ഇക്കാര്യത്തിൽ താഴെത്തട്ടിൽ കീഴ്ഘടകങ്ങൾക്ക് തീരുമാനമെടുക്കാം സാഹചര്യം അനുസരിച്ച് എന്നുള്ള ഒരു നിർദ്ദേശമാണ് നേതൃത്വത്തിൻ്റെ ഭാഗത്തും ഉയരാൻ സാധ്യത. ഇക്കാര്യത്തിൽ ചർച്ചകൾ നടക്കും. നിലവിൽ തന്നെ പലയിടത്തും വെൽഫെയർ UDF-നൊപ്പം ചേർന്ന് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട്. മമ്പാടും അതുപോലെ അങ്ങാടിപ്പുറത്തൊക്കെ ഇതിനോടകം തന്നെ അവർ പ്രചരണവും തുടങ്ങിയിട്ടുണ്ട്. അതേപോലെ അൻവറിൻ്റെ കാര്യത്തിലും തൃണമൂൽ കോൺഗ്രസിന് നിലമ്പൂർ നഗരസഭയിലും അതുപോലെ വഴിക്കടവ്, ഇടക്കര, ചുങ്കത്തറ തുടങ്ങിയ അൻവറിന് ശക്തി കേന്ദ്രങ്ങളായിട്ടുള്ള മേഖലകളിലും ഒപ്പം നിർത്തിക്കൊണ്ടു പോകാനുള്ള ഒരു ആലോചനയായിരിക്കും നടക്കുക. പക്ഷേ അതും സഖ്യകക്ഷിയാക്കിയിട്ടായിരിക്കില്ല, താഴെത്തട്ടിലെ ഒരു നീക്കുപോക്കിൻ്റെ ഭാഗമായിട്ടുള്ള ധാരണ എന്ന തരത്തിലായിരിക്കും ഉണ്ടാവുക എന്നാണ് അറിയാനാകുന്നത്. എന്നാണെങ്കിലും 11 മണി കഴിയും യോഗം തുടങ്ങാനെന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ള കാര്യം. അതിനുശേഷം ഒരു പക്ഷേ കാര്യങ്ങളിൽ കൃത്യമായ ഒരു വിശദീകരണം നേതൃത്വത്തിൻ്റെ ഭാഗത്തുണ്ടാകും. എന്താണെങ്കിലും വെൽഫെയറുമായിട്ടും തൃണമൂൽ കോൺഗ്രസുമായിട്ടും ഒരു ഘടകകക്ഷി ധാരണ ഈ യോഗത്തിലുണ്ടാകില്ല. മറിച്ച് അവരുമായി നീക്കുപോക്കുകളുണ്ടാകുന്നതിനെക്കുറിച്ച് കൃത്യമായ ധാരണയും ഒപ്പം തന്നെ ജില്ലാ പഞ്ചായത്തിലെ സീറ്റ് വിഭജനത്തെക്കുറിച്ച് അന്തിമമായുള്ള തീരുമാനവും ഇന്നത്തെ യോഗത്തിലുണ്ടാകും. ശരി അനുമോദ്, കണ്ണൂരെ കാര്യം കൂടി അറിയേണ്ടതുണ്ട്. അതിനു മുൻപ് മാധ്യമപ്രവർത്തകനും രാഷ്ട്രീയ നിരീക്ഷകനുമായ ശ്രീ ജോർജ് പൊടിപ്പാറ ചേർന്നുണ്ട്. ശ്രീ ജോർജ് പൊടിപ്പാറ, എപ്പോൾ വേണമെങ്കിലും തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ പ്രഖ്യാപനം വരാം. ഇത്തവണ തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ മൊത്തത്തിലുള്ള ഒരുക്കങ്ങൾ കാണുമ്പോൾ അതൊരു സെമി ഫൈനൽ ഒരുക്കങ്ങൾ തന്നെയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പ് തൊട്ട് പിന്നാലെ വരുന്ന സാഹചര്യത്തിൽ ആവേശം കൂടുതലാണ്, മത്സരബുദ്ധി കൂടുതലാണ്. അപ്പോൾ സ്വാഭാവികമായും ഇതിൻ്റെ തെരഞ്ഞെടുപ്പ് ഫലം നിയമസഭാ തെരഞ്ഞെടുപ്പിനെ പോലും സ്വാധീനിക്കാമെന്നുള്ളത് കൊണ്ട് ഓരോ സീറ്റും പ്രധാനപ്പെട്ടതാണല്ലോ. തിരുവനന്തപുരത്തേക്ക് വന്നാൽ ഇത്തവണ LDF-ൽ നിന്ന് എങ്ങനെയും ഈ ഒരു കോർപ്പറേഷൻ പിടിച്ചെടുക്കുക അതൊരു അഭിമാന പ്രശ്നമായി BJP കാണുന്നുണ്ട്. UDF ആകട്ടെ 10 സീറ്റ് എന്നതിനെ ഏത് തരത്തിൽ മെച്ചപ്പെടുത്താമെന്നുള്ള വളരെ സുസജ്ജമായൊരു ആലോചനയും തയ്യാറെടുപ്പും അവരുടെ ഭാഗത്തുണ്ട്. ആദ്യഘട്ടത്തിൽ തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചവർ മുന്നിലും എത്തിക്കഴിഞ്ഞു. പക്ഷേ ഇതിനും അപ്പുറത്ത് നമ്മൾ സീറ്റ് നിലവിലെ സാഹചര്യങ്ങൾ, പ്രാദേശിക പ്രശ്നങ്ങൾ ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ അങ്ങയുടെ ഒരു വിലയിരുത്തലുകൾ എന്തൊക്കെയാണ്? താങ്കളാമുഖമായിട്ട് പറഞ്ഞ കാര്യങ്ങൾ വളരെ പ്രസക്തമാണ്. അതായത് ഇതൊരു എന്താ പറയാ, സെമി ഫൈനൽ എന്നൊക്കെ പറയുന്ന പോലെ വേറെ വാക്കുകളിൽ പറയുകയാണെങ്കിൽ ഇത് വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരു ലിറ്റ്മസ് ടെസ്റ്റ് ആണ്, കട്ടൺ റൈസർ. അതുപോലെ തന്നെ ഒരുപക്ഷെ ഫൈനലിനേക്കാൾ ആവേശം തുളുമ്പുന്ന സെമി ഫൈനൽ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. കാരണം എന്താ വെച്ചാൽ ഏറ്റവും താഴെ തട്ട് മുതൽ നടക്കുന്ന തെരഞ്ഞെടുപ്പാണ്. ഇപ്പൊ മാത്രമല്ല, ഏറ്റവും കൂടുതൽ പ്രവർത്തക പങ്കാളിത്തം, ഏറ്റവും കൂടുതൽ ആളുകൾ മത്സരരംഗത്ത് ഉണ്ടാവുന്ന തെരഞ്ഞെടുപ്പ്. ഏതെല്ലാം തലത്തിലാണ് ആ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്, അതിന്റെ വോളിയം മറ്റ് നിയമസഭാ തെരഞ്ഞെടുപ്പിലൊക്കെ ഒരു നിയോജകമണ്ഡലത്തിൽ ഒരാൾ അല്ലെങ്കിൽ 4 പേരെന്നുള്ള ആ ഒരു കണക്ക് നോക്കുമ്പോൾ ഇത് 10,000 കണക്കിന് ആളുകൾ ഇൻവോൾവഡ് ആവുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഉള്ളൊരു പ്രശ്നം, അതായത് ഇതിന് വളരെ ആവേശം കൂടുതലാണ്. ഈ തൊട്ട് പിന്നാലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ ഈ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെക്കാൻ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ അത് നിയമസഭാ തെരഞ്ഞെടുപ്പിലെ പ്രകടനത്തെ ബാധിക്കുമെന്ന് മുന്നണികൾക്കെല്ലാം അറിയാം. അപ്പൊ സാധാരണ ഇതിൽ പറയുന്നത്
ഒരു 45 സാധാരണഗതിയിൽ എല്ലായ്പ്പോഴും ഇടതു മുന്നണിക്ക് ഒരു എഡ്ജ് ഉണ്ടാവാറുണ്ട് നിയമസഭാ ഈ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ. കൂടുതൽ ഗ്രാമപഞ്ചായത്തുകളും അതുപോലെ തന്നെ കൂടുതൽ ജില്ലാ പഞ്ചായത്ത് വാർഡുകളും കോർപ്പറേഷൻ വാർഡുകളും ഒക്കെ അവർക്കാണ് കിട്ടാറ്. കഴിഞ്ഞ തവണത്തെ തെരഞ്ഞെടുപ്പിന്റെ ഒരു ചിത്രം എടുത്ത് നോക്കുകയാണെങ്കിൽ 510 ഗ്രാമപഞ്ചായത്തുകൾ LDF ഭരിക്കുമ്പോൾ വിജയിച്ചപ്പോൾ 375 ഇടത്താണ് UDF ജയിക്കാൻ കഴിഞ്ഞത്. UDF ഒരു അല്പം മേൽക്കൈ ഉണ്ട് എന്ന് പറയാവുന്നത് നഗരസഭകളിൽ മാത്രമാണ്. നേരെ മറിച്ച് ജില്ലാ പഞ്ചായത്തുകളിൽ 2 ഒഴിച്ച് ബാക്കി 12 LDF കയ്യിലാണ്. കോർപ്പറേഷനുകളിൽ 6 എണ്ണത്തിൽ 1 ഒഴിച്ച് കണ്ണൂർ ഒഴിച്ച് ബാക്കി എല്ലാ LDF കയ്യിലാണ്. അപ്പൊ എല്ലാ കാലത്തും തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ LDF ഒരു മേൽക്കൈ കിട്ടാറുണ്ട്. പക്ഷെ ഒരു 40-ന് മുകളിൽ 45% മുകളിൽ 50-നോട് അടുത്തൊക്കെ ഏതാണ്ട് പാതി എങ്കിലും എത്താവുന്ന ഒരു പ്രകടനം UDF ഉണ്ടാക്കാൻ കഴിഞ്ഞാൽ അത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തീർച്ചയായിട്ടും UDF അനുകൂലമായ ഒരു ഘടകമായി തീരുന്നാൽ മാത്രമല്ല 2011 അത് തെളിഞ്ഞതാണ്. 2011 UDF ഏകദേശം ഒരു 45% മുകളിൽ സീറ്റുകൾ എടുക്കാൻ കഴിഞ്ഞു. ഗ്രാമപഞ്ചായത്തുകളൊക്കെ ഏതാണ്ട് ഒപ്പത്തിനൊപ്പമായിരുന്നു. ആ തെരഞ്ഞെടുപ്പിലാണ് ഉമ്മൻചാണ്ടി സർക്കാർ അധികാരത്തിൽ വന്നത്. അതിനുശേഷം നടന്ന 2 തെരഞ്ഞെടുപ്പുകളിലും ഈ പറഞ്ഞ രീതിയിൽ UDF നേട്ടം ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അതിന് മുമ്പത്തെ തെരഞ്ഞെടുപ്പിൽ UDF വലിയ തിരിച്ചടിയാണ് ഉണ്ടായത്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇത്തവണ ഈ തെരഞ്ഞെടുപ്പിൽ UDF പ്രകടനം എങ്ങനെയുണ്ട് ഉണ്ടാകും. സർക്കാരിനെതിരെ ഏറ്റവും ശക്തമായിട്ട് പറയുന്ന ഭരണവിരുദ്ധ വികാരം, അതുപോലെ തന്നെ ജനകീയ പ്രതിഷേധങ്ങൾ, ശബരിമല കവർച്ച എന്നു വേണ്ട ആരോഗ്യ മേഖലയിലെ പ്രശ്നങ്ങൾ തുടർച്ചയായിട്ടുണ്ടാവുന്നു. ഇതെല്ലാം ഇങ്ങനെ ഉയർത്തിപ്പിടിക്കുമ്പോൾ അത് എത്രത്തോളം ജനങ്ങളെ സ്വാധീനിച്ചിട്ടുണ്ട്, ജനങ്ങൾ ഏത് രീതിയിൽ ചിന്തിക്കുന്നു എന്നുള്ള ഒരു പരിധിവരെ ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളിൽ വ്യക്തിപരമായ മികവുകളൊക്കെ ഒരു ഘടകമാണ്. വ്യക്തി ഘടകങ്ങളും അവിടെ പ്രസക്തമാണ്. പ്രാദേശിക പ്രശ്നങ്ങൾ, അവിടുത്തെ വികാരങ്ങൾ, നിലവിലുള്ള മെമ്പർക്കെതിരെയുള്ള രോഷം, അസംതൃപ്തി ഇതെല്ലാം പ്രതിഫലിക്കുമെങ്കിലും ആത്യന്തികമായിട്ട് ഒരു രാഷ്ട്രീയം തന്നെ അതിനകത്തുണ്ട്. പ്രത്യേകിച്ച് ജില്ലാ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പുകളിലും ഒക്കെ ഈ പറഞ്ഞ പ്രാദേശിക വികാരങ്ങൾക്ക് അപ്പുറത്ത് രാഷ്ട്രീയം തന്നെയാണ് പ്രതിഫലിക്കുക. അപ്പോ രാഷ്ട്രീയ ഇതില് ഈ പറഞ്ഞ LDF സംബന്ധിച്ചിടത്തോളം ആത്മവിശ്വാസത്തോടെ ഒരു 3-ാം ഊഴത്തിന് വേണ്ടി അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടണമെങ്കിൽ ഈ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ കോർപ്പറേഷൻ തലത്തിലായാലും ജില്ലാ പഞ്ചായത്ത് തലത്തിലായാലും ഏത് തലത്തിലായാലും അവർക്ക് ഒരു നല്ല പ്രകടനം കാഴ്ചവെച്ചേ മതിയാവും. അത് ഉറപ്പായൊരു കാര്യമാണ്. അതുപോലെ തന്നെ UDF ഈ പറഞ്ഞ അവകാശവാദങ്ങളൊക്കെ ഭരണവിരുദ്ധ വികാരമുണ്ട്, മുഖ്യമന്ത്രിക്കെതിരെയുള്ള ആരോപണങ്ങൾ, മന്ത്രിമാർക്കെതിരെയുള്ള ആരോപണങ്ങൾ, ഇങ്ങനെ ബാക്കി ഒരുപാട് വിഷയങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നുണ്ടെങ്കിലും അതൊക്കെ ജനങ്ങൾ എത്രത്തോളം കാണുന്നുണ്ട് അല്ലെങ്കിൽ ഉൾക്കൊള്ളുന്നുണ്ട്, ജനവികാരം എത്രത്തോളം അതിൽ പ്രതിഫലിക്കും എന്നുള്ളതിന്റെ ഒരു തെളിവ് തീർച്ചയായിട്ടും ഈ തെരഞ്ഞെടുപ്പിലാണ് കാണാൻ പോകുന്നത്. ഇപ്പൊ UDF ആത്മവിശ്വാസം പകരുന്ന ഒരു ഘടകം സമീപകാലത്ത് നടന്ന ഈ ഉപതെരഞ്ഞെടുപ്പുകളിലെല്ലാം, അതിപ്പോ തൃക്കാക്കര മുതൽ ഒടുവിൽ നിലമ്പൂർ തെരഞ്ഞെടുപ്പുകളിലെല്ലാം UDF മികച്ച വിജയം നേടിയിട്ടുണ്ട്. സംശയമില്ല. പല സ്ഥലത്തും വേണമെങ്കിൽ LDF പറയാം തൃക്കാക്കരയിലും പുതുപ്പള്ളിയിലും സഹതാപതരംഗമായിരുന്നു. പക്ഷെ പാലക്കാട് അവരുടെ സിറ്റിംഗ് സീറ്റ് അല്ല, UDF സിറ്റിംഗ് സീറ്റ് ആയിരുന്നു. LDF സിറ്റിംഗ്, നിലമ്പൂർ സിറ്റിംഗ് സീറ്റ് ആയിരുന്നില്ല. അവിടെ 11